അസ്സലാമു അലൈക്കും. നമുക്കിനി അല്പം സൂംബ ഡാൻസ് ആയാലോ? നമുക്കറിയാം, സൂംബ ഡാൻസ് ആണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, വാർത്താമാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ എവിടെയും സൂംബ ഡാൻസിനെ കുറിച്ച് മാത്രമുള്ള ചർച്ച മാത്രമാണ് കേൾക്കാറുള്ളത്. സ്കൂളുകളിൽ ഈ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് കൊണ്ടുവരുവാൻ വേണ്ടി കേരള സർക്കാർ അതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുന്നു. എന്നാൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം മത സംഘടനകളിലെ നേതാക്കളും മറ്റുമെല്ലാം കടുത്ത രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷം സൂംബ വിവാദം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. മതപണ്ഡിതർ അവരുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന് ശേഷം ഒളിച്ചിരുന്ന പാത്തിരുന്ന സകല വർഗീയവാദികളും മാളത്തു നിന്നും പുറത്തേക്ക് ചാടി. കടിച്ചു കീറാൻ കിട്ടിയ അവസരം അത്തരം വർഗീയവാദികൾ മുതലെടുത്തു. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുസ്ലിം പണ്ഡിതൻ അദ്ദേഹം തന്നെ നിലപാട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി ആ വിഷയത്തെ പിടിച്ച് അതിൽ തൂങ്ങിപ്പിടിച്ച് അത് വലിയ രീതിയിൽ വർഗീയ വിഷയമാക്കി മാറ്റാൻ പല ആളുകളും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. അത് ഈ ഒരു സൂംബ വിഷയത്തിലും നടന്നു. കേരളത്തിലെ സകല വർഗീയവാദികളും മൊത്തം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. ഏതായാലും സൂംബ വിവാദം അവിടെ ഇരിക്കട്ടെ. കേരള സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ എന്തിനാണ് ഈ സൂംബ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയണ്ടേ? കണ്ടു നോക്കൂ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സൂംബ ഡാൻസ് പഠനവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിർവഹിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം, ലഹരിയെ തുരത്തുക, ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് സ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് സൂംബ ഡാൻസ് സംഘടിപ്പിക്കാനുള്ള തീരുമാനമായി രംഗത്തെത്തിയത്. ഏതായാലും ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ മനോഹരമായ ഒരു സൂംബ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതുകൂടി നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സൂംബ ഡാൻസ്? നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിലുണ്ടായ ഒരു കയ്യാങ്കളിയാണിത്. അന്ന് ആ കയ്യാങ്കളിയിൽ അവിടെ ഉണ്ടായിരുന്ന പല വസ്തുക്കളും അടിച്ചു തകർത്ത് കളഞ്ഞത് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആ നേതാക്കൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുമുള്ള കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ആദരവോടുകൂടി കാണുന്ന ആ നിയമസഭയ്ക്കുള്ളിലാണ് വി ശിവൻകുട്ടി അടക്കമുള്ള കുറെ രാഷ്ട്രീയ നേതാക്കൾ അതിനകത്ത് കയറി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കേരളത്തിലെ ജനങ്ങളുടെ, ആ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കൂട്ടിയ സകല വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അടിച്ചു തകർത്തു. നോക്കൂ, അത്തരത്തിലുള്ള ആ സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ലഹരിക്കെതിരെ സൂംബ ഡാൻസ് കളിക്കണമെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? നോക്കൂ, സൂംബ ഡാൻസ് കളിച്ചാൽ ലഹരിയെ തുരത്താൻ സാധിക്കുമോ? അത് ലേശം ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു വ്യക്തിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലുമില്ല. സൂംബ ഡാൻസ് കളിച്ചതുകൊണ്ട് ലഹരി തുരത്താൻ ഒരിക്കലും സാധിക്കില്ല. നോക്കൂ, പണ്ട് കൊറോണ വന്ന സമയത്ത് ആ കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ കേന്ദ്രത്തിൽ നിന്നും ചില പ്രസ്താവനകൾ പുറത്തിറക്കി. പാത്രം കൊട്ടുക, പാത്രം കൊട്ടിക്കഴിഞ്ഞാൽ കൊറോണ പോകുമെന്നുള്ളൊരാശയം അന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു. അന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു ഇന്നത്തെ ഈ സർക്കാർ. ആ സർക്കാരാണ് ലഹരിയെ തുരത്താൻ വേണ്ടി കേരളത്തിലെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് കൊണ്ടുവരണമെന്ന് പറയുന്നത്. നോക്കൂ, ലഹരിയെ ഇല്ലാതാക്കേണ്ടത് അല്ലെങ്കിൽ ലഹരിയെ തുരത്തേണ്ടത് അത് സൂംബ ഡാൻസ് കളിച്ചുകൊണ്ടല്ല, അതിന് കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്രയെത്ര ലഹരി കേസുകൾ പിടിച്ചു, എത്രയെത്ര കോടിക്കണക്കിന് വിലമതിക്കുന്ന ലഹരി വസ്തുക്കളെ നമ്മുടെ പോലീസും അതോടൊപ്പം മറ്റു ഉദ്യോഗസ്ഥരും പിടികൂടി. ആ മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയെത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നു. നിങ്ങൾ നോക്കൂ, കോടിക്കണക്കിന് വിലമതിക്കുന്ന കിലോഗ്രാമോളം ഭാരമുള്ള പലതരം കഞ്ചാവും രാസലഹരികളും MDMA പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കളും കേരളത്തിലെ പോലീസ് പിടികൂടിയിട്ടും അതിനെ തുരത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ പിന്നിൽ വലിയ വലിയ കൊമ്പൻ സ്രാവുകളായ ലഹരി മാഫിയകളുണ്ട്. അവരെ പിടികൂടാൻ കേരള പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കോ ഇതുവരെയും സാധിച്ചിട്ടില്ല. നോക്കി, ഇവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ലഹരി മാഫിയകളെ കൃത്യമായി പുഷ്പം പോലെ പിടികൂടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനവർ ശ്രമിക്കുന്നില്ല. നോക്കി, ഇത്തരത്തിൽ ലഹരി വസ്തു വിൽക്കുന്ന ഒരുത്തനെ പിടികൂടുന്നു. ആ പിടികൂടിയവനിൽ നിന്നും അത് തന്നവൻ ആരാണെന്നുള്ള കൃത്യമായ വിവരം ലഭിക്കും. അവനിൽ നിന്നും അത് കൊടുത്തവൻ ആരാണെന്നുള്ളതിൻ്റെ കൃത്യമായ വിവരം ലഭിക്കും. അങ്ങനെ
ഇതിൻ്റെ കൃത്യമായ മെയിനായിട്ടുള്ള ആ ഒരു ലഹരി മാഫിയ അവരെ നിസ്സാരം പോലെ ട്രാക്ക് ചെയ്ത് പിടികൂടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നേ വരെ ഇത്രയും വർഷക്കാലമായിട്ടും ഇത്തരം ലഹരി മാഫിയകളിൽ കേരളത്തിൽ പല വിധത്തിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടന്നിട്ടും അതിനെതിരെ പിടികൂടാൻ ഇവിടെയുള്ള സർക്കാരിനോ പോലീസ് സംവിധാനങ്ങൾക്കോ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണം. അവിടെയാണ് കൃത്യമായി തടയിടേണ്ടത്. അല്ലാതെ ലഹരി മാഫിയകളെ മുഴുവൻ തുറന്നു വിട്ടിട്ട് അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ അവരെ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് സ്കൂളുകളിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ കൊണ്ട് ലഹരി മാഫിയക്കെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ നിങ്ങൾ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ലഹരിയെ തുരത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ സർക്കാർ ഇത്തരത്തിലുള്ള ഈ ഒരു സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഡാൻസുമായി മുന്നോട്ട് വന്നത്. അതിൻ്റെ ഉത്തരം ഈ വീഡിയോ തന്നെ പറഞ്ഞു തരും. കണ്ടു നോക്കൂ. ലഹരിക്കെതിരായ കുട്ടികളുടെ സൂംബ പരിപാടിക്ക് വിതരണം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ടീഷർട്ട്. വിദ്യാഭ്യാസ വകുപ്പാണ് പരിപാടിയുടെ സംഘാടകർ. പ്രതിഷേധവുമായി കോൺഗ്രസ് അധ്യാപക സംഘടന രംഗത്തെത്തി. കുട്ടികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നീക്കമെന്നാണ് ആരോപണം. എങ്ങനെയുണ്ട്? ഇത്രയേ ഉള്ളൂ. കൃത്യമായ രാഷ്ട്രീയ ലാഭം, കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ്, അതുമാത്രമാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. നോക്കൂ, സ്കൂളുകളിൽ ആ ഒരു സൂംബ ഡാൻസ് കളിക്കുന്നതിനായി അവർക്ക് കൊടുത്ത ടീഷർട്ടുകളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മുഖമുള്ള ടീഷർട്ടുകളാണ് വിതരണം ചെയ്തത്. നോക്കൂ, നിങ്ങൾ എന്തിനാണ് സ്കൂളുകളിൽ രാഷ്ട്രീയം കലർത്തുന്നത്? അവിടെ എന്തിനാണ് രാഷ്ട്രീയം കുത്തിനിറയ്ക്കുന്നത്? കുട്ടികൾ അറിവ് പഠിക്കാൻ വരുന്ന ഇടമാണ് സ്കൂളുകൾ. ആ സ്കൂളുകളിലാണ് ഇത്തരത്തിൽ ഈ സർക്കാർ അവരുടെ രാഷ്ട്രീയ ലാഭത്തിനായി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റോഡുകളിൽ, കേരളത്തിലെ റോഡുകളിൽ കാണുന്ന ഒരു പ്രത്യേകതരം വെറൈറ്റി ആർന്ന സൂംബ ഡാൻസുകൾ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടു നോക്കൂ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറു കാണാൻ കരിമീൻ കറി കാലത്തെ തിന്നാൻ കണ്ടില്ലേ? നമ്മുടെ കേരളത്തിലെ തെരുവുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം സൂംബ ഡാൻസാണിത്. കേരള സർക്കാർ വിൽക്കുന്ന ആ മദ്യം കുടിച്ചുകൊണ്ട് തെരുവുകളിൽ സൂംബ ഡാൻസ് കളിക്കുന്ന മദ്യപാനികൾ. ഇത്തരത്തിലുള്ള മദ്യപാനികളുടെ സൂംബ ഡാൻസ് കാരണം മറ്റുള്ളവർക്കും വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതലും അപകടമുണ്ടാക്കി വയ്ക്കുന്ന ലഹരിയാണ് മദ്യമെന്ന് പറയുന്നത്. അതേ മദ്യമാണ് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ ഇൻകമിംഗ് സോഴ്സ് ആയിട്ടുള്ളത് എന്നും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കേരള സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻകമിംഗ് സോഴ്സുകളാണ് ലോട്ടറിയും മദ്യവും. അതിലൂടെ വർഷാവർഷക്കണക്കിന് കോടികളുടെ ലാഭമാണ് കേരള സർക്കാരിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ തെരുവുകളിലും പലതരത്തിലുള്ള ബിവറേജുകളും ഔട്ട്ലെറ്റുകളും ഒക്കെ കേരള സർക്കാർ തുറന്നു വെച്ചിട്ടുണ്ട് മദ്യപാനികൾക്ക് കുടിച്ചു തീർക്കാനായി. അത്തരത്തിലുള്ള മദ്യപാനം എന്ന് പറയുന്ന ലഹരി വസ്തുവിനെ വിറ്റഴിക്കുന്ന, അതിലൂടെ ലാഭമുണ്ടാക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ലഹരിയെ തുരത്താൻ വേണ്ടി സ്കൂളുകളിൽ സൂംബ ഡാൻസ് ഒക്കെ അവതരിപ്പിക്കുന്നത്. അതെന്താ, മദ്യമെന്ന് പറയുന്നത് ലഹരിയല്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ മദ്യക്കുപ്പിയുടെ മുകളിൽ അതിന്റെ പുറത്തായി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് മദ്യപിച്ചു വരുന്ന ആളുകൾക്ക് പെറ്റിയടിക്കുന്നത്? അപ്പോൾ മദ്യമെന്ന് പറയുന്നത് ലഹരി തന്നെയാണ്. ആ ലഹരി വസ്തുവിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിർത്താൻ സാധിക്കുന്നില്ല? കാരണം അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലഹരിയെ തുരത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ആദ്യം തുരത്തേണ്ടത്, ആദ്യം ഇല്ലാതാക്കേണ്ടത് കേരളത്തിലെ ഈ ബാറുകളും ബിവറേജുകളും ഔട്ട്ലെറ്റുകളുമാണ്. അതെങ്ങനെയാണ്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലും പറഞ്ഞു വെച്ചല്ലോ, കള്ള് പോഷക സമൃദ്ധമായ ഒന്നാണെന്ന്. കേട്ടുനോക്ക്. വെള്ളം കണ്ട് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായ ഒന്നായിരിക്കും. അപ്പൊ അതിന്റെ മറ്റു ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ്. നയത്തിൽ അതെല്ലാം പറയേണ്ട കാര്യമില്ല. നയം നടപ്പാക്കുമ്പോൾ അതിൽ എന്തെല്ലാം കരുതലുകൾ വേണം, എന്തെല്ലാം നടപടികൾ വേണമെന്ന് ആലോചിക്കണം. അപ്പൊ നമ്മുടെ നാടിന്റെ മാറ്റത്തിന് ഉതകുന്ന കാര്യങ്ങളിലൊക്കെ ഓരോ നാടിനും ആ നാടിന്റേതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ കള്ള്. കണ്ടില്ലേ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കള്ളിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഇളം കള്ള് നല്ലതാണ്, അത് കുടിച്ചാൽ പോഷക സമൃദ്ധമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിൽ കള്ള് പോഷക സമൃദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് വരുന്ന ബാറുകളും ബിവറേജുകളും തുറന്നുവെച്ച് അതിലൂടെ ലാഭമുണ്ടാക്കുന്ന കേരള സർക്കാർ ലഹരി തുരത്താൻ കേരളത്തിലെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ലഹരിയെ മാറ്റിവെക്കുക, കായികക്ഷമത നോക്കാം. കായികക്ഷമതയ്ക്ക് സൂംബ അല്ലാതെ ഇവിടെ മറ്റെന്തെല്ലാം വഴികളുണ്ട്? പലതരത്തിലുള്ള വ്യായാമ മുറകളുണ്ട്. എന്തുകൊണ്ട് അതൊന്നും ചെയ്യാതെ സൂംബ ഡാൻസ് മാത്രം നിങ്ങൾ കൊണ്ടുവരുന്നു? നോക്കൂ, ഇസ്ലാമിൽ ഡാൻസും പാട്ടുമൊക്കെ ഹറാമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത്തരം ഹറാമായ കാര്യങ്ങളിൽ വിട്ടുനിന്നുകൊണ്ട് നല്ല രീതിയിൽ ഈമാനോടുകൂടി, അതായത് ഒരു കൃത്യമായ ഒരു മുസ്ലിം മത വിശ്വാസത്തിൽ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാടല്ലെങ്കിൽ പോലും കുറച്ച് ശതമാനം മുസ്ലിമീങ്ങൾ, നല്ലവരായ മുസ്ലിമീങ്ങൾ
നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളിലേക്ക് ഇത്തരം സൂംബ ഡാൻസുകൾ കൊണ്ടുവരുമ്പോൾ അതൊരിക്കലും യോജിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. നോക്കൂ, ഒരു മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസം പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇനി സൂംബ ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കളിക്കാം. അവർക്ക് സൂംബ ഡാൻസോ സാംബ ഡാൻസോ എന്ത് വേണമെങ്കിലും കളിക്കാം. അവിടെ നിങ്ങളെ ആരും ഒരു ചോദ്യം ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളെ ആരും ഒന്നും ചെയ്യാനും പോകുന്നില്ല. അതിനുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് സൂംബ ഡാൻസ് കളിക്കണമെന്ന് നിർബന്ധിച്ച് ഒരു വിദ്യാർത്ഥികളിലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൂടി പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മതപണ്ഡിതന്മാരെ തെറിവിളിക്കുന്ന, ആക്ഷേപിക്കുന്ന, അവർക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്ന വർഗീയവാദികളോടാണ്. മതപണ്ഡിതന്മാർ പറയുന്നത് മതകാര്യങ്ങളാണ്. അവർ മതം പഠിച്ചവരാണ്. മതം പഠിച്ചതുകൊണ്ട് തന്നെയാണ് അവർ മതപണ്ഡിതന്മാരായി ഇന്ന് സമൂഹത്തിലുള്ളത്. അവർ മതം പറയും, മതം ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ മതങ്ങളിലും ആ മതനിയമങ്ങൾ പറയുന്നത് ആ മതങ്ങൾ പഠിച്ചവർ തന്നെയാണ്. ക്രൈസ്തവ സമുദായത്തിൽ അവരുടെ പള്ളിയിലച്ചന്മാർ മതനിയമങ്ങൾ പറയുന്നത് പോലെ, ഹൈന്ദവ സമുദായത്തിൽ അവിടുത്തെ പൂജാരിമാരും സന്യാസിമാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ, മുസ്ലിം സംഘടനകളിലെ മതനിയമങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഉസ്താദുമാരും പണ്ഡിതന്മാരും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് അവരുടെ കർത്തവ്യമാണ്, അതവരുടെ ജോലിയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. അതിന് 16-ാം നൂറ്റാണ്ടിലെ മതമാണ്, പ്രാകൃത മതമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് ഒരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.